ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചില വാദമുഖങ്ങളൊക്കെ ഉയർത്തുകയാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നാം കണ്ടത്. വലിയ ബോംബുണ്ട്, കേരളം ഞെട്ടുന്ന വാർത്ത എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ വലിയ സസ്പെൻസ് ഇട്ടുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ആ സസ്പെൻസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേരളം. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നനഞ്ഞ പടക്കമായി ആ ബോംബ് അവശേഷിക്കുകയാണ്. അതിനൊന്ന് പൊട്ടാൻ പോലും കഴിഞ്ഞില്ല. അത് നേരത്തെ പൊട്ടിയതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം വളരെ കൃത്യമായി കോടതി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും പാലക്കാട് ഒരു വിഷയം വരുമ്പോൾ, BJPക്കെതിരെ ഒരു വിഷയം വരുമ്പോൾ വീണ്ടും എടുത്തെടുത്ത് ഉപയോഗിക്കുകയാണ്. ഇത് നനഞ്ഞ പടക്കം തന്നെയല്ലേ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ? നീലിമ, നോക്കൂ, കേരളത്തില് പ്രതിപക്ഷ നേതാവായി അവരോധിക്കപ്പെട്ട, ഭാവി മുഖ്യമന്ത്രിയായി സ്വപ്നം കാണുന്ന പദവിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും വനിതാ പ്രവർത്തകന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് 2 യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. ഒന്ന് ഷാഫി പറമ്പിൽ, മറ്റൊന്ന് ഇന്ന് നാം വിവാദ നായകനായി പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിച്ചു വെക്കപ്പെട്ട, അല്ലെങ്കിൽ പരോക്ഷമായി വളരെ കൃത്യമായി വളർത്തിക്കൊണ്ടുവരുന്നവർക്ക് അറിയാമായിരുന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മുഖമാണ് ഇന്ന് അനാവൃതമായിക്കൊണ്ടിരിക്കുന്നത്. ആ മുഖത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിപ്പോവുകയും ഈ പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളുലയ്ക്കുകയും ചെയ്തു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ. നോക്കൂ, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന, ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട പാലക്കാട് വിജയം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. MLAക്ക് പാലക്കാട്ട് പോകാൻ കഴിയുന്നില്ല. MLAയുടെ ആഫീസിനകത്ത് വിജനമാണ്. അവിടെ കടന്നു കയറാൻ കോൺഗ്രസുകാർക്ക് പോലും ഭയപ്പാടാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്ന അവിടുത്തെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ ചൂലുമെടുത്ത് MLAയുടെ വരവും കാത്തിരിക്കുകയാണ്. അത്രയും ധീരമായ ചില നടപടികളും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് എത്തും. എന്റെ സുഹൃത്തൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ നടപടിയെടുത്തില്ലേ? സർ, എന്തിനാണ് നിങ്ങൾ നടപടിയെടുത്തത്? ഇത്ര നിരപരാധിയാണ് രാഹുൽ മാങ്കൂട്ടമെങ്കിൽ എന്തിന്റെ പേരിലാണ് സതീശനും താങ്കൾ ഊഴം വരുമ്പോൾ വ്യക്തമാക്കുമോ? എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്തത്? അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ, നിരപരാധിയാണെങ്കിൽ ഒരു യുവ നേതാവിനെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം കൈയാളുന്ന പദവിയിൽ നിന്നും നീക്കം ചെയ്തതിന് സതീശനും നിങ്ങൾക്കും ഉത്തരമുണ്ടോ? രണ്ടാമത്, എന്തിനാണ് തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തത്, അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പാർട്ടിക്ക് വേണ്ടാത്ത, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവാൻ യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ പേറണമെന്നുള്ള വാദത്തിന്റെ പുറകിലുള്ള തത്വശാസ്ത്രം എന്താണ്? ഇനി താങ്കൾ ചോദിച്ചു, ആർക്കൊക്കെയാണ് പരാതി? സർ, നിങ്ങളുടെ MLA ഉമാ തോമസിന് പരാതി ഉണ്ടോ? അവരുടെ അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടില്ലേ? നിങ്ങളുടെ ഘടകകക്ഷിയായ KK രമ MLAക്ക് പരാതി ഉണ്ടോ? ബിന്ദു കൃഷ്ണയ്ക്ക് പരാതി ഉണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർക്ക് പരാതി ഉണ്ടോ? ഇനി ഇപ്പൊ താങ്കൾ നേരത്തെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കേസെടുക്കാൻ വകുപ്പുണ്ടോ? ഞാൻ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സർ. CRPC സെക്ഷൻ 154, ഒരു പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വയം നേരിട്ടൊരു കുറ്റപത്രം, ലൈംഗിക അതിക്രമം, ഉപദ്രവം, ഭീഷണി, ആക്രമണം മുതലായവ സംഭവിച്ചു എന്ന് വ്യക്തമാക്കിയാൽ അത് പോലീസിന് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു കോഗ്നിസബിൾ ഒഫൻസ് ആയി കണക്കാക്കാം. കോഗ്നിസബിൾ ഒഫൻസ് ആയാൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് പോലീസിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. പരാതി പത്രം എഴുതിയില്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് സർ, കേരള പോലീസ് അന്വേഷിച്ചു. ഇനി നിങ്ങളിപ്പോ ചോദിച്ചു പരാതി ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലും 2022 ഈ തരത്തിൽ പരാതി നിലനിൽക്കുന്നുണ്ട്, അത് എടുത്തിട്ടുണ്ട്. 2013-14 കേസിൽ ആരും പരാതി കൊടുത്തിട്ടല്ല സർ സോളാർ കേസ് സരിതാ നായർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഉമ്മൻചാണ്ടി രജിസ്റ്റർ ചെയ്തത്. ശ്രീകുമാരൻ തമ്പി കേസിൽ 2017 ഒഫൻഡിൽ ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത്. 2018-19 മീ ടു കേസുകൾ എടുത്തത് ഇങ്ങനെ തന്നെയാണ്. ഇതിനിടയിലുള്ള ബോധകമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പറവൂരുകാരിയായ നമ്മുടെ സതീശന്റെ നാട്ടുകാരിയായ കോൺഗ്രസിന് വേണ്ടപ്പെട്ട ഒരാളാണ് വന്ന് പരസ്യമായിട്ട് പരാതി പറഞ്ഞിരിക്കുന്നത്. ആളെ പേര് പറഞ്ഞിട്ടില്ല. രണ്ടാമത് ആ പരാതി ബലപ്പെടുത്തിയത് ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ടാണ്.
മറ്റൊരു ആക്ടിവിസ്റ്റും കൃത്യമായിട്ട് പരാതി പറഞ്ഞു. അവർ പറഞ്ഞത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ശബ്ദശകലം പുറത്തു വന്നു. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു, എന്റെ തൗഫീഖിനെ. സർ, ഇത് ഡിജിറ്റൽ യുഗമാണ്. ഒരാളുടെ ശബ്ദം രാഹുലിൻ്റെതാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ സംവിധാനമുണ്ട്. ആ പരിശോധന കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസിന്റെ നിയമവശങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇങ്ങനെയൊക്കെ ആയിട്ടിന്റെ പേരിൽ ഇന്നലെ എന്തിനാണ് സതീശൻ പൊട്ടിത്തെറിച്ചത്? സതീശനെ പ്രകോപിപ്പിക്കാൻ എന്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയത്. MLA ആക്കി മാറ്റണമെന്ന് പറയാൻ പൊതുജനത്തിന് അധികാരമുള്ളത് കൊണ്ട് ആ നാട്ടിൽ പ്രക്ഷോഭം നടന്നതെന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഭയപ്പെടുത്തുകയായിരുന്നു കേരളത്തിൽ. അദ്ദേഹം കൈ ചൂണ്ടി വിറച്ച് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അന്നേരം പറഞ്ഞു, ഉടക്കി സ്വാമി ഉടക്കി, ഏറ്റവും പെട്ടെന്ന് തച്ചൊടക്ക്. ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളോട് പറഞ്ഞു, ആ കാളക്കുട്ടനെ കെട്ടി BJPയുടെ ഓഫീസിൽ കെട്ടിയിടണം. ഞാൻ എന്റെ കോൺഗ്രസ് ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾ അഴിച്ചുകൊണ്ടു പോകാനായിട്ടുണ്ടോ? എത്ര ദിവസം ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കെട്ടിവെക്കണം സാർ? ഇനി കോൺഗ്രസുകാർക്ക് വേണ്ടി ഞങ്ങൾ BJP ഓഫീസിൽ ഈ കാളക്കുട്ടനെ കെട്ടിയിടണമോ? എത്ര ദിവസം കെട്ടിയിട്ടാൽ നിങ്ങൾ അതിന് മറുപടി നൽകും? ഇതിന് ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടോ? ശരി, അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ ന്യായീകർ സംസാരിക്കുന്ന മാധ്യമങ്ങളിൽ തന്നെ കൃത്യമായിട്ട് കണ്ടിട്ടില്ലേ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒന്നിൽ പറയുന്നു, 2014 ഒരു കുടുംബകലഹവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ മുമ്പിൽ വന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് കോടതിയും പോലീസും ഒന്നും ഇല്ല സർ. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് കഴമ്പില്ലാത്തതാണ്, അത് നിങ്ങൾ വിശ്വസിക്കേണ്ട. പക്ഷെ ഈ കേസുമായിട്ട് അവർ കോടതിയിൽ പോയില്ലേ സർ? കോടതിയിൽ അന്വേഷിച്ചത് BJP പോലീസ് അല്ല, കേരള പോലീസാണ്. അവസാനം 2024 ബഹുമാനപ്പെട്ട കോടതി വിധി പ്രഖ്യാപിച്ചു. 2024 സർ. അതിന് അപ്പീൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവരെ കുറിച്ച് അപ്പീൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരുമായിട്ട് കേസിന്റെ അടുത്ത നടപടിയിലേക്ക് പോകാം. അതില്ലാത്തിടത്തോളം കാലം ഇത് നിലനിൽക്കാത്ത വ്യാജ ആരോപണമാണ്. VD സതീശൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിൽക്കക്കള്ളിയില്ലാത്ത മുഖമാണ് ഇവിടെ വികൃതമായിരിക്കുന്നത്. അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, കോൺഗ്രസിന്റെ മുഖം തകർന്നിരിക്കുന്നു. കോൺഗ്രസ് കെട്ടിപ്പൊക്കിയ യുവ നേതാക്കന്മാരുടെ ലൈംഗിക വൈകൃതങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് എന്ന് പറയുന്നത് ഉമാ തോമസിനെയും KK രമയെയും ബിന്ദു കൃഷ്ണയെയും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങളാണ് സർ അപഹാസ്യരാകുന്നത്. നിങ്ങളുടെ വനിതാ MLA മാർ, നിങ്ങളുടെ വനിതാ നേതാക്കന്മാർ, ഇവർക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടാൽ അങ്ങ് അടങ്ങി ഇരുന്നു കൊള്ളണം എന്ന് പറയും നിങ്ങൾ ആരാണ് സർ? നിയമപരമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള പോലീസിന് അവർക്ക് നിയമപരമായി മറുപടി കിട്ടിയിരിക്കുന്നു, ഉപദേശം കിട്ടിയിരിക്കുന്നു. ഇത് നിലനിൽക്കുന്നതാണ്. ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. നിരപരാധി തെളിയിക്കാൻ അവകാശമുണ്ട്. ഇന്നലെ വരെ നിങ്ങളുടെ ധൈര്യം എന്തായിരുന്നു? നിങ്ങളുടെ ധൈര്യം ഒരു കേസ് ഉണ്ടാവില്ല എന്നതായിരുന്നു. രാജിവെപ്പിക്കാൻ നിങ്ങൾ ഭയക്കുന്നത് എന്താണ്? അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഉത്തമ ബോധ്യമുണ്ട്. അവിടെ ആര് കടന്നു കയറി വരും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ സുഹൃത്തിനോട് പറയുന്നത്, സർ, ഞങ്ങൾ ഇതൊക്കെ വിശ്വസിക്കാം. നിങ്ങളുടെ MLA മാരും നിങ്ങളുടെ വനിതാ നേതാക്കന്മാരും മാത്രമല്ല, സതീശന്റെ ഉറ്റ സുഹൃത്ത് ഒരു MP യുടെ മകളുടെ കേസുകളും കാര്യങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? ഇന്നേ വരെ ഒരു അക്ഷരം അത് നിഷേധിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് മീഡിയ പറഞ്ഞു, ഇത് ഇന്നയാളാണ്, ചില്ലറക്കാരനല്ല, മുൻ MP ആണ്. അദ്ദേഹത്തിന്റെ മകൾക്കുണ്ടായ അനുഭവങ്ങൾ